ബന്ധു നിയമനത്തിൽ മൗനമോ എന്ന ചോദ്യത്തിൽ മൗനമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് സഭയിൽ വിഷയം മറ്റൊന്നായിരുന്നു. അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒന്നാണ് ഈ ട്രാൻസ്ഫറുകൾ എന്ന വിഷയം. ആ വിഷയത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലം മാറ്റങ്ങളും ട്രിബ്യൂണൽ ഇടപെട്ടുകൊണ്ട് അത് തടഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെയാണ്. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. 1 ഡസനിലേറെ സ്ഥലം മാറ്റപ്പെട്ട സർവീസ് സംഘടനാ പ്രതിനിധികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതല്ല മാതൃക എന്നൊരു വാചകം കൂടി അദ്ദേഹത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മാതൃക? അപ്പോൾ എന്ത് മാതൃകയാണ് KPCC അധ്യക്ഷൻ ആയ സണ്ണി ജോസഫ്, മന്ത്രിയായ സണ്ണി ജോസഫ് മറ്റ് മന്ത്രിമാർക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു നല്ല മാതൃകയാണ് അദ്ദേഹം കാണിച്ചതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ സാങ്കേതികമായി കഴിഞ്ഞ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള, കഴിഞ്ഞ ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ബന്ധു നിയമനങ്ങളുമായി ഒരു താരതമ്യമില്ല എന്ന് പറയാം. കാരണം ഇത് സർക്കാരിൻ്റെ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ബാക്കിയുള്ളവരെ മാറ്റിവെച്ചുകൊണ്ട് ബന്ധുവിന് ഒരു നിയമനം കൊടുക്കുന്നു എന്ന രൂപത്തിൽ കാണിക്കാവുന്ന ഒരു വിഷയമല്ല. കാരണം ഈ സ്റ്റാഫ് നിയമനം എന്നുള്ളത് അതിലൊരു പ്രത്യേക ചട്ടം രൂപീകരിച്ചിട്ടില്ല. അതിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥരാകാം, റിട്ടയർഡായ ഉദ്യോഗസ്ഥരാകാം, ഇനി അതല്ല എങ്കിൽ രാഷ്ട്രീയ നിയമനമാകാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും രാഷ്ട്രീയ നിയമനങ്ങൾ ഈ പറയുന്ന സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റാഫിനെ നിയമിക്കുന്നത് സ്വാഭാവികമായും മന്ത്രിക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്ന നല്ല ബന്ധമുള്ള ആളുകളെയാണ് സ്റ്റാഫായി നിയമിക്കുക. ഇതാണ് പറയുന്ന ഒരു വാദം. അങ്ങനെ നിൽക്കുമ്പോഴും അങ്ങനെയുള്ള മറ്റ് പാർട്ടിക്കാരെ കിട്ടുകയില്ലേ എന്നൊരു ചോദ്യം VD സതീശൻ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ KK രാഗേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. സ്വന്തക്കാരെയും ബന്ധുക്കളെയും കുത്തിനിറയ്ക്കാൻ വേണ്ടി കൊടി പിടിച്ച് നടക്കുന്നവർക്ക് ഒരു ഗുണവും കിട്ടില്ല കേട്ടോ, കൊണ്ടുപോകുന്നതെല്ലാം ഇവരാണ്. അപ്പോൾ കൊടി പിടിച്ച് നടക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടി പിടിച്ച് നടക്കുന്നവർക്ക് എന്ത് കിട്ടി എന്നുള്ളതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇഡിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ സാധാരണ പ്രവർത്തകർ ഇപ്പോഴും ജയിലിലാണുള്ളത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്താണെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കൊടി പിടിച്ച് നടക്കുന്നവർക്കൊന്നും കിട്ടില്ല എന്നും ബന്ധുക്കൾക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്നിരിക്കുന്ന നിയമനമാണ് ഇത്. അപ്പോൾ ഇത് വിശദീകരിക്കേണ്ടി വരും. ഈ പറഞ്ഞ സാങ്കേതികമായ അർത്ഥത്തിൽ നിയമപരമായ തലത്തിലൊന്നും ഇത് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോഴും ഇത് ധാർമ്മികമായ വശമാണല്ലോ നിങ്ങൾ എല്ലാ കാലത്തും ചൂണ്ടിക്കാണിച്ചിരുന്നത്. കഴിഞ്ഞ സർക്കാരിനെതിരെ ധാർമ്മികതയാണല്ലോ ചോദ്യം ചെയ്തത്. അപ്പോൾ ധാർമ്മികമായ വശം നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും.